അതിൻ്റെ നേരെ തിരിച്ചുള്ള വായന അതും വളരെ ശരിയാണ്. യഥാ രാജ തഥാ പ്രജ, യഥാ പ്രജ തഥാ രാജ, യഥാ പ്രജ തഥാ രാജ. പ്രജകൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും രാജാക്കന്മാർ, ഭരണാധികാരികൾ. പ്രജകൾ തമ്മാടികളാണോ, ഭരണാധികാരികൾ തമ്മാടികളായിരിക്കും. പ്രജകളിൽ ധാർഷ്ട്യം കൂടുന്നുണ്ടോ, ഭരണാധികാരികൾ ധാർഷ്ട്യം കൂടും. പ്രജകളിൽ വേണ്ടാത്ത ചിന്തകളുണ്ടോ, പ്രജകളിലുള്ള അതേ ചിന്തകൾ തന്നെ ഭരണാധികാരികൾ വരും. പ്രജകൾ വർഗീയ ചിന്തയുള്ളവരാണോ, തീർച്ചയായും അവരുടെ ഭരണാധികാരികൾ വർഗീയ ചിന്തകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരായിരിക്കും. ഈ രീതിയിൽ പ്രജകൾ എങ്ങനെയാണോ അതിനനുസാരമായിക്കൊണ്ട് രാജാക്കന്മാരും വരും എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചു വായിക്കേണ്ട ഒരു ചെറിയ സംഗതിയാണ്. അതും പരമാർത്ഥമാണ്. പ്രജകൾ എങ്ങനെയാണോ അങ്ങനെ. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന സന്ദേശം. നബി നൽകുന്ന ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനും അക്കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. വനുവല്ലി വകദാലിക നുവല്ലി ബഅദൽ ളാലിബീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ അൻആമിലെ 129-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഭരണാധികാരികളുടെയും അക്രമികളായ ആളുകളുടെയും കഥകൾ വിവരിച്ച ശേഷം വിവരിക്കുകയാണ്. വകദാലിക നുവല്ലി ബഅദൽ ളാലിബീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അക്രമികളായ ഭരണാധികാരികളും ധിക്കാരികളായ ഭരണാധികാരികളും താന്തോന്നികളായ ഭരണാധികാരികളും സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു? നാം അക്രമികളായ ഭരണാധികാരികൾക്ക് അധികാരം നൽകും, അക്രമികളായ ജനതയുടെ മേൽ. ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി, അവരുടെ ചെയ്തികളുടെ ഫലമായി, അവരുടെ ദുശ്ചെയ്തികളുടെ ഗുരുത്തക്കേടായി അവർക്ക് മേൽ നാം അധികാര കൈമാറ്റമുണ്ടാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകം ഖുർആനിൽ വിളിച്ചറിയിക്കുന്ന ആയത്താണ് സൂറത്തുൽ അൻആമിലെ 129-ാമത്തെ ആയത്ത്. ഈ ആയത്ത് പ്രകാരം മഹാനായ മൻസൂർ ഇബ്നുൽ അസ്വദ് എന്നവർ ഇബ്നു അബി ശൈബ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. മൻസൂർ ഇബ്നു അബിൽ അസ്വദ് എന്നവർ പറയുന്നു, താബിഈ പ്രമുഖനായ അഅ്മശ് എന്നവരോട് ഞാൻ ചോദിച്ചു, ഈ ഖുർആനിലെ ആയത്തിനെ സംബന്ധിച്ച് മാ സമിഅ്തഹും യഖൂലൂൻ, ഈ ആയത്തിനെ സംബന്ധിച്ച് സ്വഹാബാക്കളിൽ നിന്ന് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ സാരമെന്ന്? മഹാനായ അഅ്മശ് എന്നവർ പറഞ്ഞു, സമിഅ്തുഹും, ഞാൻ സ്വഹാബാക്കളെ കേട്ടിട്ടുണ്ട്, ഒരുപാട് മഹത്തുക്കളെ കേട്ടിട്ടുണ്ട്. ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ദുഷിച്ചാൽ, ചില പ്രത്യേക ദൂഷ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നടമാടിയാൽ, സ്വാഭാവികമായി ധാർമ്മികമായി ജനങ്ങൾ ദുഷിച്ചാൽ, നടപ്പിരിപ്പ് കൊണ്ട് ജനങ്ങൾ ദുഷിച്ചാൽ, ജീവിത നിലവാരം കൊണ്ട് ജനങ്ങൾ ദുഷിച്ചാൽ, ആ ദുഷിക്കുന്ന സമയത്ത് ഈ ദൂഷ്യത്തിന് പ്രതിവിധിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം, ശിക്ഷണാർത്ഥം അവർക്ക് നൽകുന്ന പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ്, അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലാഹു അനുവർത്തിക്കുന്ന നയം, അതാണ് ഈ ആയത്തിലെ പ്രമേയം. അമ്മറ അലൈഹിം ശിറാറഹും, അല്ലാഹു തആല അവരുടെ മേൽ, അവരിൽ നികൃഷ്ടരായ കമ്മാടികളായ ധാർഷ്ട്യമുള്ള ധിക്കാരികളായ മനുഷ്യ സ്വഭാവമില്ലാത്ത മിതത്വത്തിൽ നിന്ന് എമ്പാടും അപ്പുറം കടന്ന അമിതമായിട്ടുള്ള, അമിതമല്ലാതെ ഒന്നുമില്ലാത്ത അമിത് ഷായെ പോലുള്ള ആളുകളെ അല്ലാഹു തആല അധികാരം നൽകിക്കൊണ്ട് ജനങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കുമെന്നാണ് ഈ ആയത്തിൻ്റെ സാരമെന്ന് സ്വഹാബാക്കൾ വിവരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അഅ്മശ് എന്നവർ. നമ്മൾ പ്രത്യേകം ഓർത്ത് അത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. നിങ്ങൾക്ക് ഭരണരംഗത്താവട്ടെ അല്ലാത്ത രംഗത്താവട്ടെ ഉണ്ടായിത്തീർന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സമൂഹത്തെയും മൊത്തമായി ബാധിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള വേദനകളുണ്ടോ, ബാധകളുണ്ടോ, ഈ ബാധകളത്രയും മുസീബത്തുകളത്രയും ഫബിമാ കസബത്ത് ഐദീക്കും, നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ദുശ്ചെയ്തികൾ മൂലം സംഭവിക്കുന്നതാണ്, നിങ്ങളുടെ പ്രവർത്തനം മൂലം സംഭവിക്കുന്നതാണ്. വയഅഫൂ അൻ കസീർ, ആ ചെയ്തിക്കനുസരിച്ച് മടക്കമുള്ളവരാകാൻ വേണ്ടി, ചിന്തയുള്ളവരാകാൻ വേണ്ടി, തിരിച്ചു വരുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്ന ശിക്ഷണവും ബോധനവും താക്കീതുമാണ് ഇത്
എന്നാൽ തന്നെ വയഅഫു അൻ കസീർ, നിങ്ങളുടെ ചെയ്തികൾ ധാരാളം അല്ലാഹു തആല വിട്ടുകളയുകയാണ്, വേണ്ടെന്ന് വെക്കുകയാണ്. അതിൻ്റെ നടപടികളിലേക്ക് അല്ലാഹു തആല പ്രവേശിക്കാതിരിക്കുകയാണ്. ഇല്ലായെങ്കിൽ ഇതിലപ്പുറം വലിയ ഭീകരമായ മുസീബത്തുകൾ നിങ്ങളുടെ പ്രവൃത്തിനനുസരിച്ച് വരുമായിരുന്നേനെ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഉറുതിയാണിത്. നമ്മളെപ്പോഴും വാളുകളിൽ കേൾക്കുന്ന പ്രത്യേകമായ പരാമർശങ്ങളാണിത്. പക്ഷേ ഭരണാധികാരിയുടെ ഹുങ്കുകൾക്കിടയിൽ, താഷ്ട്യത്തിനിടയിൽ, താന്തോന്നത്തിനിടയിൽ, ഭരണപരമായ രാഷ്ട്രീയമായ പ്രതിസന്ധികൾക്കിടയിൽ ഇന്നു രാജ്യം നേരിടുന്ന RSSന്റെ അജണ്ട പ്രകാരം നടക്കുന്ന ഭരണകൂടത്തിൻ്റെ എല്ലാത്തരം മോശങ്ങൾക്കുമിടയിൽ, ആ ഭരണകൂടത്തിൻ്റെ തണലിൽ നടുറോഡിൽ ആളുകളെ, സാധുക്കളെ തല്ലിക്കൊല്ലുന്ന തരത്തിലുള്ള ഏറ്റവും ദുഷിച്ച തമ്മാടിത്തങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇത്തരം സംഗതികളൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള സമുദായമായ നാം അർഹിക്കുന്നതാണോ? നമ്മെ അല്ലാഹു തആല കൈവിടുകയാണോ? നമുക്കെതിരെ അല്ലാഹു തആല ബഹുദൈവ വിശ്വാസികളായ ആളുകളെ അല്ലാഹു തആല സുഖിപ്പിക്കുകയാണോ? നമുക്ക് കിട്ടാത്ത സഹായം അവർക്ക് കിട്ടുകയാണോ? നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു ചെവിക്കൊള്ളുന്നില്ലയോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്നില്ല? നമ്മളെ അല്ലാഹു കൈവിട്ടോ എന്നിതുപോലുള്ള അല്ലാഹുവുമായി ബന്ധപ്പെട്ട ദുഷിച്ച ചിന്തകളും ദുഷിച്ച തരത്തിലുള്ള ചിന്താഗതികൾ നമുക്കിടയിൽ വരുന്നതിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും മണുമണിയായി അല്ലാഹുവിൻ്റെ റസൂൽ ഈ കാര്യങ്ങൾ ഉണർത്തി തരുന്നുണ്ട്. എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഭീകരതകൾ ഉണ്ടാവുക? ഭരണഘടന ഭീകരതകൾ സംഭവിക്കുന്നതിന് നിമിത്തമായി നിങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? എന്തിൻ്റെ പരിണതിയായിക്കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് എന്താണ് നിങ്ങൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സുദീർഘമായ ധാരാളം ഹദീസുകൾ കാണാം. ഇമാം തൊബറാനി തൻ്റെ മുഅ്ജമുൽ കബീറിൽ നിവേദനം ചെയ്ത മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അവർകൾ ഉദ്ധരിച്ചിട്ടുള്ള, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ഹദീസ് ഞാൻ വായിക്കാം. അതിലെ വസ്തുതകളും അതിലെ പരാമർശങ്ങളും അതിൽ അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകം വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഉണരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാദിഖ് മസ്തൂഖായ മുത്തുനബിയാണ്. സത്യമല്ലാതെ അവിടുന്ന് പറഞ്ഞിട്ടില്ല, വഹി അനുസരിച്ചല്ലാതെ അവിടുന്ന് പ്രവചിച്ചിട്ടില്ല. അള്ളാഹു നൽകുന്ന വിവരങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പകർന്നു തന്നിട്ടില്ല. ഈ വസ്തുത രാജാതിരാജൻ്റെ കലാമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ, പരമയാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെയും ശരിയാണോ, അതിൻ്റെ പരിണതിയായി സംഭവിക്കുമെന്ന് താക്കീത് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും യാഥാർത്ഥ്യമാണോ, പുലർന്നോ എന്ന് ചിന്തിക്കുന്നതിന് ആ കൊച്ചു ഹദീസ് ഞാനൊന്ന് വായിക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇബ്നു അബ്ബാസ് എന്നവർ ഉദ്ധരിക്കുന്നു, സയജീഉ ഫീ ആഖിരിസ് സമാൻ, അവസാന കാലമാകുമ്പോൾ സംഭവിക്കും, ഉണ്ടാകും, അഖ്വാം, പല കൂട്ടം ജനങ്ങൾ, മനുഷ്യ മക്കൾ ഉണ്ടാകുന്ന സ്ഥിതി പറയുകയാണ്. യകൂനു വുജൂഹുഹും വുജൂഹൽ ആദമിയീൻ, അവരുടെ മുഖങ്ങൾ മനുഷ്യമുഖങ്ങളാണ്, രൂപം മനുഷ്യരൂപങ്ങളാണ്, ഇരുകാലികളാണവർ, തല ഉയർത്തി നടക്കുന്നവരാണവർ, മുഖമുള്ളവരാണവർ, മൂക്ക് കീഴ്പോട്ടുള്ള ജന്തുക്കളാണവർ. മനുഷ്യർ എന്ന നിലയിൽ മനുഷ്യരുടെ മുഖമാണവർക്കുള്ളത്. പക്ഷേ മനുഷ്യന് യഥാർത്ഥത്തിൽ വേണ്ടത് മനസ്സാണല്ലോ. ആ മനസ്സിൻ്റെ കാര്യത്തിൽ ഖുലൂബുഹും വഖുലൂബുഹും ഖുലൂബുശ്ശയാത്തീൻ, പിശാചുക്കളുടെ ചെകുത്താന്മാരുടെ ഹൃദയമാണ് അവരുടെ ഹൃദയം. മനസ്സ് ചെകുത്താന്മാരുടെ ഹൃദയമാണ്. കടിപിടി കൂടുന്ന, ആക്രമിക്കുന്ന, കടിച്ചു കീറുന്ന ചെന്നായകളുടെ ഹൃദയമാണ് അവരുടെ ഹൃദയം. തമ്മിൽ കണ്ടുകൂടാ, പരസ്പരം കണ്ടുകൂടാ. ഒരുത്തന് പാരവെക്കാൻ ഒരുത്തൻ നന്നാകുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൂടാ. ഒരുത്തന് കച്ചവടത്തിൽ നേട്ടമുണ്ടാകുന്നത് സഹക്കച്ചവടക്കാരന് കണ്ടുകൂടാ. തൊഴിലാളിക്ക് പോലും തൻ്റെ മുതലാളിക്ക് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിൽ അസൂയ, തൊഴിലാളിക്ക് വല്ല നേട്ടവും കിട്ടുന്നതിൽ പ്രയാസം. ഈ തരത്തിൽ സ്വന്തം ഒരു വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും, സഹോദരങ്ങൾക്ക് പോലും ഹൃദയം ഐക്യത്തിലാകാൻ സാധ്യമല്ലാതെ, സഹകരണത്തിലും ഇണക്കത്തിലുമാകാൻ സാധ്യമല്ലാതെ കടിച്ചു കീറുന്ന ചെന്നായകൾ പോലുള്ള മനസ്സാണ് അവരുടെ മനസ്സ്. മുത്തുനബിയുടെ വാക്കാണ്. ചെകുത്താൻ്റെ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യർ ലൈസ ഫീ ഖുലൂബിഹിം ശൈഉം മിനർ റഹ്മ, കനിവിൻ്റെ ഒരു ചെറിയ അംശം പോലും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തില്ല. സ്വാർത്ഥം ഭരികളാണവർ,
ദുസ്വാർത്ഥരാണവർ. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമേ അവർ നിലകൊള്ളുകയുള്ളൂ. ബാക്കാപ്പ് മക്കളെ ചൊല്ലി ഗുണകാംക്ഷയില്ല. മക്കളിൽ നിന്നും സ്വാർത്ഥമായി തനിക്കെന്ത് കിട്ടുമെന്നാണ് ബാപ്പ നോക്കുന്നത്. ബാപ്പയാണ് എന്ന ചിന്ത മക്കൾക്കില്ല. ബാപ്പയാകട്ടെ ആരാകട്ടെ തനിക്കെന്ത് കിട്ടുന്നു എന്നാണ് മക്കൾ നോക്കുന്നത്. ഇണകൾക്കും തമ്മിൽ അങ്ങനെ തന്നെ. കനിവ് എന്ന പേരിൽ എന്തെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തില്ല. നിങ്ങൾ ഇന്നത്തെ സ്ഥിതി ഒന്ന് നോക്കണം. കഞ്ചാവ് വലിച്ചിട്ടാവട്ടെ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാവട്ടെ, വെള്ളമടിച്ചിട്ടാവട്ടെ, മദ്യപന്മാരായിട്ടാവട്ടെ, വിദേശ മദ്യത്തിൻ്റെ അഡിക്റ്റുകളായിട്ടാവട്ടെ, മറ്റെന്തുകൊണ്ടാവട്ടെ, ഹൃദയത്തിൻ്റെ അകത്ത് കനിവ് എന്ന ഒന്നില്ലാതായിട്ടുള്ള ക്രൂരന്മാരായ ആളുകൾ, ചെകുത്താൻ്റെ മനസ്സുള്ള ആളുകൾ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കനിവൊട്ടുമില്ല. സഫാകൂനലിദ്ദിമാ, എവിടെയും രക്തം ചിന്തുകയാണ്, കൊലയാണ് എവിടെയും. കുരുന്നു മക്കളെ തള്ള കൊല്ലുന്നു, തള്ളയെ മക്കൾ കൊല്ലുന്നു, ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നു, ആ ഭർത്താവ് ജനിച്ച മക്കളെയും കൊല്ലുന്നു. എവിടെയും രക്തം ചിന്തുന്നു. ഇതിനൊക്കെ കാരണം മദ്യപാനമാണ്. ശരിയാകാം, നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇത് ചെയ്യില്ല എന്നത് ശരിയാകാം. എന്തിൻ്റെ പേരിലാവട്ടെ, സ്വാർത്ഥതയുടെ പേരിൽ മനുഷ്യൻ്റെ അകത്തുള്ള ശഹ്വത്തുകൾ, അവൻ്റെ കാമമോഹ വികാരങ്ങൾ, ക്രോധം എന്ന വികാരം, ഇതിൻ്റെയൊക്കെ താല്പര്യത്തിനനുസരമായിക്കൊണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് കനിവില്ലാതെ, കനിവ് ഹൃദയത്തിൻ്റെ അകത്ത് പ്രകൃതിയാ ഒരല്പമുണ്ടെങ്കിലും അത് വളർത്തിക്കൊണ്ടുവരേണ്ട ഗുണമാണ്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഗുണമാണ്. സൽക്രമങ്ങളിലൂടെ വളർത്തിയെടുക്കപ്പെടേണ്ട ഗുണമാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുണ്ടാക്കിയെടുക്കേണ്ട ഗുണമാണ്. ഉറുദികൾ കേട്ടുകൊണ്ടുണ്ടാക്കേണ്ട ഗുണമാണ്. ദിക്റുകൾ ചൊല്ലിക്കൊണ്ടുണ്ടാക്കേണ്ട ഗുണമാണ്. ഇത്തരം വളർത്തിയെടുക്കേണ്ട കനിവുകളുണ്ടല്ലോ, ആ കനിവ് ഹൃദയത്തിൽ ലവലേശമില്ലാതെ അത്തരം ആളുകൾ ഹൃദയത്തിൻ്റെ അകത്ത് യാതൊന്നുമില്ലാതെ വെറും ക്രൂരന്മാരായിട്ട് രക്തം ചിന്തുന്നവരാണ്. ലായർ ഒരു ദുശ്ചൈതിയിൽ നിന്നും അവർക്കൊരു മടക്കമില്ല. എന്തു ദുശ്ചൈതിയുണ്ടോ അതിലകപ്പെട്ടാൽ ആ ദുശ്ചൈതിയിൽ അവർ ഹരം കണ്ടെത്തുന്നു, അതവരുടെ ഹോബിയായി മാറുന്നു. മോശം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്കൊരു മടക്കമില്ല. അത്തരം ജനങ്ങളുടെ പൊതുസ്ഥിതി നബി പറയുകയാണ്, നീ അവരെ അനുഗമിക്കാനും അവരോടൊപ്പം നിൽക്കാനും പുറപ്പെട്ടാൽ അവർ നിന്നെ പറ്റിക്കും, അവർ നിന്നെ വഞ്ചിക്കും. അവർ കാണേണ്ടെന്ന് കരുതിക്കൊണ്ട് നീ മറഞ്ഞു നിന്നാൽ, അവരുടെ സമീപത്തില്ലയോ, അവരുടെ കൂടെ അനുഗമിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നുവോ, യഗ്താബൂക്ക്, നിന്നെ അവർ പരദൂഷണം ചെയ്യും, ദൂഷണം ചെയ്തുകൊണ്ടിരിക്കും. നിന്നോടവർ സംസാരിക്കുന്നുവെങ്കിൽ കദബൂക്ക്, നുണയാണ് പറയുക. നീ അവരെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അവരിൽ വല്ലതും വിശ്വാസമർപ്പിച്ചാൽ, നിനക്കത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞാൻ അവനെ ഇങ്ങനെയാക്കിയിരിക്കുന്നു, ഞാൻ അവനെ ഇപ്പുറം നിയമിച്ചിരിക്കുന്നു, ഞാൻ അവന് ഇത്ര ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവന് ഇത്ര ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുതരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലും എങ്ങനെ വിശ്വസിച്ചാലും ഖാനൂക്ക്, അവർ വഞ്ചനയെ ആ ഉത്തരവാദിത്തത്തിൽ ചെയ്യൂ. അമാനത്തിൽ വഞ്ചന മാത്രം നടത്താനേ അവർക്ക് കഴിയൂ. അവരിലെ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ധിക്കാരിയായ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം ശ്രദ്ധിക്കുക. പ്രായമാകാത്ത കുട്ടികൾ, ഉണ്ണിയിൽ നിന്ന് വിരിഞ്ഞ് സ്കൂളിൽ ചേർക്കപ്പെടുന്ന കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ആരിമുൻ, ആ കുട്ടി ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്, താനാണ് വലിയവൻ എന്ന് ചിന്താഗതിക്കാരനായ കുട്ടിയാണ്. വശാബുഹും ശാത്തിർ, അവരിലുള്ള യുവാവാണോ ആ യുവാവ് കുടുംബത്തിനെതിരെ അവരെ വഞ്ചിക്കുന്നവനും അവൻ്റെ ഗുരുവര്യന്മാരെയും സംസ്കാരം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെയും വഞ്ചിപ്പിക്കുന്നവനും അവരോട് ധാർഷ്ട്യം കാട്ടുന്നവനും ഗുരുവര്യന്മാരെയും കുടുംബത്തെയും പോലും മാനിക്കാത്ത തരത്തിലുള്ള ധിക്കാരിയുമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, സ്വബിയ്യുഹും ആരിം, അവരുള്ള കുട്ടി ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, തുള്ളിച്ചാട്ടക്കാരനാണ്, താൻ പോരിമക്കാരനാണ്. വശാബുഹും, അവരിലുള്ള യുവാവ് ശാത്തിറുൻ, കുടുംബത്തോടും അധ്യാപകനോടും സംസ്കാരം പഠിപ്പിക്കുന്നവനോടും കണ്ണുമീതാൽ, കണ്ണെടുത്താൽ, കണ്ണൊഴിഞ്ഞാൽ വഞ്ചിക്കാനും പറ്റിക്കാനും നോക്കുന്നവനും അവർക്ക് ഭാരമായി നിന്ന് അവർ പറയുന്നത് അനുസരിക്കാത്ത ധിക്കാരിയുമാണ്. വശിയൂഹും,
അവരുടെ ഷെയ്ഖാണെങ്കിലോ വശൈഖുഹും അവരിലുള്ള വയസ്സനും പ്രായം ചെന്നവനും അതേപോലെ ഗുരുവും വലിയവരുമാണെങ്കിൽ ലാ യഅ്മുറു ബിമഅറൂഫ് വലാ യൻഹാ അൻ മുൻകർ നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയില്ല. ചീത്ത കാര്യങ്ങളും തെറ്റുകളും തമ്മാടിത്തങ്ങളും ജനങ്ങളിൽ നടമാടുമ്പോൾ അത് വിരോധിക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി പരിശ്രമിക്കുകയില്ല. അൽ ഇഅ്തിസാസു ബിഹിം ദിൽ അവരെ കൊണ്ട് നമ്മൾ പ്രതാപം കൊള്ളാമെന്നും ഇസ്സത്ത് കിട്ടുമെന്നും ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ നേടുന്നുണ്ടോ? അതിന് പരിശ്രമിച്ചെങ്കിൽ അപമാനത്തിലാണ് അകപ്പെടുക. അവരുടെ കയ്യിലുള്ളത് തേടിക്കൊണ്ട് നിന്നാൽ അത് ഫഖറുൻ മനുഷ്യന് അത് ദാരിദ്ര്യമാണ് ഉണ്ടാക്കി തീർക്കുക. അൽ ഹലീമു ഫീഹിം വാവിൻ അവരുടെ കൂട്ടത്തിൽ സഹിഷ്ണുതയുള്ളവനും സഹിക്കുന്നവനും ഉണ്ടെങ്കിൽ അവൻ വളരെ പിഴച്ചവനാണ്. വൽ ആമിറു ഫീഹിം മുത്തഹം വല്ലതും നല്ലതും കൽപ്പിക്കുന്ന ആളുണ്ടെങ്കിൽ ആ കൽപ്പിക്കുന്നവരെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും അയാൾ അവിശ്വസിക്കപ്പെടുകയും ചെയ്യും. അൽ മുഅ്മിനു ഫീഹിം മുസ്തദ്അഫ് വിശ്വാസിയായിട്ടുള്ള ഈമാനുള്ള ആളാണോ അയാളാണെങ്കിൽ വളരെ ദുർബലൻ. വൽ ഫാസിഖു ഫീഹിം മുസ്തിഫ് അവരിലുള്ള തമ്മാടിയും ദുർനടപ്പുകാരനും വേണ്ടാവൃത്തിക്കാരനുമാണോ അയാൾ തലയുയർത്തി നട്ടെല്ല് നിവർത്തി ജനങ്ങൾക്കിടയിൽ വീര്യം നടിച്ച് നടക്കുന്നവനാണ്. അസ്സുന്നത്തു ഫീഹിം ബിദ്അ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരിയായ ചര്യയും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ശരി വിശ്വാസവും അവർക്കിടയിൽ ബിദ്അത്താണ്. വൽ ബിദ്അത്തു ഫീഹിം സുന്ന ശരിയായ വിശ്വാസത്തിന് പകരം തന്നിഷ്ടത്തിനനുസരിച്ചുണ്ടാക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഏകോപിത നിലപാടുകൾക്കെതിരിൽ ഉണ്ടാക്കപ്പെടുന്ന ദുഷിച്ച വിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളും അതല്ലെങ്കിൽ ദുരാചാരങ്ങളും നബിയുടെ സുന്നത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളുമുണ്ടോ അത് സുന്നത്താണ് ആ സമൂഹത്തിൽ. ഇത്തരം ഒരു സമൂഹം അള്ളാഹുവിൻ്റെ റസൂൽ പറയാം. ഓരോന്നോരോന്ന് നബി പറയാ. കുട്ടികളെ, ചെറുപ്പക്കാരെ, വയസ്സന്മാരെ, അവരുടെ മൊത്തം കാര്യം ഇത് ഓരോ മാറ്ററുകളും ഓരോ ദിവസം വിശദീകരിക്കാണ്ടാവുമല്ലോ. വളരുന്ന ആളുകൾക്ക് ഒരു വിഷയത്തെ മാത്രം എടുത്താൽ മതിയാകും പ്രസംഗ വിഷയമായിട്ട്. ഈ വിധത്തിൽ ജനങ്ങളാകമാനം സകല തലത്തിലും ഏത് വിധേന നോക്കിയാലും ദുഷിച്ച ഒരവസ്ഥ. ഒന്നിങ്ങനെ വിലയിരുത്തി നോക്കി എന്താ അവസ്ഥ എന്ന്. നബിയുടെ സുന്നത്ത് ബിദ്അത്തായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്തതും ദീൻ ഇഷ്ടപ്പെടാത്തതുമായ ബിദ്അത്ത് സുന്നത്തായി മാറുന്നു. ആചാരങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ്? വിശ്വാസങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ്? ശരിയായ പരമ്പരാഗതമായ മുസ്ലിം ലോകം വിശ്വസിച്ചു വന്ന വിശ്വാസമായാൽ അത് അപരിചിതമായി പോകുന്നു. നബിയുടെ കാലം മുതൽ നടപ്പുള്ള പരമ്പരാഗതമായ ചര്യകളും കർമ്മങ്ങളുമായാൽ അത് പുത്തനാചാരമായി പോകുന്നു. ഇങ്ങനെയുണ്ടോ കൂട്ടർ എന്ന് പറയും. ഈ വിധത്തിൽ സുന്നത്തും ബിദ്അത്തും തിരിച്ചറിയാതെയായി പോകുന്ന ഒരു കാലം. ഇത്തരം സ്ഥിതിവിശേഷം മനുഷ്യ മക്കളിൽ വരികയും ഇത്തരം ആളുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫഇൻദ ദാലിക യുസല്ലിതു അലൈഹിം ശിറാറഹും. ഫഇൻദ ദാലിക ഇങ്ങനെയുള്ള ദുഷിച്ച ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയും അവരെ തിരുത്തുന്നതിന് വേണ്ടിയും അവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും കണ്ടറിയാത്തവന് കൊണ്ടറിയേണ്ടതിനുള്ള വകയുണ്ടാക്കുന്നതിന് വേണ്ടിയും അള്ളാഹു നടത്തുന്ന അള്ളാഹുവിൻ്റെ സുന്നത്താണ്, നടപടിയാണ്, വ്യവസ്ഥിതിയാണ്. യുസല്ലിതു അലൈഹിം ശിറാറഹും അവരിൽ നികൃഷ്ടന്മാരും ധിക്കാരികളും താന്തോന്നികളുമായിട്ടുള്ള ഭരണാധികാരികളെ അള്ളാഹു തആല അധികാരം നൽകി ഏൽപ്പിക്കും. അവരുടെ അധികാരം കൊണ്ട് ഇത്തരം ആളുകളിൽ ഒരുപാട് ആളുകൾ ഇല്ലാതാകും, നിഷ്കാസിതമാകും. അപ്പോൾ കുറേ ആളുകൾ ചിന്തിച്ച് നന്നാകേണ്ടവർ നന്നാകാൻ നോക്കും. ഇനിയും നന്നാകില്ലെങ്കിലോ നീണ്ട പാതയിൽ അല്ലാഹു തആല വീണ്ടും ഇത്തരം അധികാരികൾക്ക് തന്നെ അവർക്കിടയിൽ ആവാസം നൽകും, അധികാരം നൽകും. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. പക്ഷേ ഇത്തരം അധികാരങ്ങൾ വരുമ്പോഴോ വയദഉ ഖിയാറുഹും ഫലാ യുസ്തജാബു ലഹും ഖാല റസൂലുള്ളാഹി. നല്ലവരായ ആളുകൾ മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കും, വിശ്വാസികളായ ആളുകൾ മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഇത്തരം തമ്മാടികളുടെ ചെയ്തി മൂലമാണ് അല്ലാഹു തആല മോശപ്പെട്ട ശിറാറുകളെ അധികാരത്തിൽ ഏൽപ്പിക്കുന്നതെങ്കിലും ഈ അധികാരികളായ ആളുകളുടെ കൊടും ക്രൂരതകൾ കാണുമ്പോൾ, ധിക്കാരം കാണുമ്പോൾ, വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ,
ധാർഷ്ട്യം കാണുമ്പോൾ, ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങളുടെ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന തരത്തിൽ ഈ രാജ്യത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾക്കിടയിലും അവരെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള കർശന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും ധിക്കാര നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും പിന്തിരിയാൻ മനോഭാവമില്ലാതെ, മടക്കത്തിൻ്റെ മനസ്ഥിതി പോലുമില്ലാതെ, മറ്റെന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങളോ തിരിച്ചറിവുകളോ പലതും സംഭവിച്ചാലും അതറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് ധിക്കാരം തന്നെ പറയുന്ന അധികാരികൾ, ഈ അധികാരികളെ അല്ലാഹു തആല അവർക്കെതിരെ നടത്തുമ്പോൾ നല്ല മനുഷ്യന്മാർ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫലാ യുസ്തജാബു ലഹും, അല്ലാഹു അവർക്ക് ഉത്തരം നൽകില്ല. നല്ലവരുടെ പ്രാർത്ഥന അല്ലാഹു തആല അപ്പോൾ സ്വീകരിക്കില്ല. കാരണം നല്ലവരെ അതിശയിച്ചുകൊണ്ട് കെട്ടവരും ദുഷിച്ചവരും ഈ രാജ്യത്ത് ഒന്നാകെ വിലസുമ്പോൾ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള നടപടിയാണ്. അള്ളാഹു ഒരുക്കിയ നടപടി പിൻവലിക്കാൻ വേണ്ടി ഖിയാറ് പാവങ്ങൾ, കഥയറിയാത്ത പാവങ്ങൾ ഇതൊന്നും തിരുത്താതെ, ജനങ്ങൾ കൊണ്ടറിയാതെ മനസ്സിലാക്കാതെ അവരിൽ ഒരു തിരുത്തു വരാതെ അള്ളാഹു ഈ നല്ലൊരു ദുആ ചെയ്തതുകൊണ്ട് മാത്രം ഉത്തരം നൽകില്ല. ഈ ഒരവസ്ഥ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் നിവേദനം ചെയ്യുന്നു. ഇമാം തൊബറാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, വളരെ പ്രധാനമായും ഇത്തരം അധികാരികളുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള വിപത്തുകളുടെയും ധിക്കാരികളും തമ്മാടികളും അധികാരം വരുന്നതിൻ്റെയും പ്രധാന കാരണം ധാർമ്മികോപദേശവും തിന്മയുടെ അരാജകത്വവും നാടിൽ യാതൊരു എതിർപ്പുമില്ലാതെ ശരിക്കും ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള ആളുകളോ അതിനെ മാറ്റാനുള്ള ആളുകളോ കഴിവുള്ള ആളുകളോ അതിന് തിരിയാതെ അവർ നിസ്സംഗരാവുകയോ ദുന്യാവിന് വേണ്ടി ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുകയോ നക്കാപ്പിച്ച കിട്ടും അത് നഷ്ടപ്പെടും എന്നതിനു വേണ്ടിയിട്ട് പേടിക്കൊണ്ടന്മാരായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക. അബൂ ഹുറൈറ തങ്ങൾ നബി പറഞ്ഞതായി വിവരിക്കുന്നു, ലതഅ്മുറൂന ബിൽ മഅറൂഫി വലതൻതഹൂന അനിൽ മുങ്കർ, മുങ്കറിനെ വിരോധിച്ചുകൊണ്ടും മുങ്കറിനെ എതിർത്തുകൊണ്ടും വല തൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ മുൻകറിനെ വിരോധിച്ചുകൊണ്ടും കൽപ്പിച്ചുകൊണ്ടും ഒക്കെ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളിലുള്ള നികൃഷ്ടന്മാരായ ആളുകളെയും ചീത്ത കെട്ടവരെയും അല്ലാഹു അധികാരം നൽകും. ഫയദഉ ഖിയാറുകും ഫലാ യുസ്തജാബു ലഹും, നിങ്ങളിൽ നല്ലവർ ദുആ ഇരുന്നിട്ട് അപ്പോൾ അല്ലാഹു ഉത്തരം നൽകില്ല. ഇതും മഹാനായ ഇമാം ബസ്സാർ എന്നവർ തൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്ത അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വാസ്തവത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസിൽ പറഞ്ഞ വസ്തുതകൾ അത്രയും ജനങ്ങളിൽ വ്യാപകമായ സ്വഭാവമല്ലേ? നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ.